നമസ്കാരം. എന്താണ്, എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനിങ്ങനെ അബുദാബിയുടെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം. ഇതാണ് ഇവിടുത്തെ റഡാറ്. ഒരുപാട് പൈസ മേടിക്കാനൊക്കെയുള്ള സാധനങ്ങളാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പൂക്കളൊക്കെ ഉണ്ടല്ലോ, ഈ ചൂടിലും ഇവിടെ അതിമനോഹരമായിട്ട് തന്നെ ഈ പൂക്കളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഈ അബുദാബി മുനിസിപ്പാലിറ്റിയുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അത് ഒരുവിധപ്പെട്ട റോഡുകളുടെ സൈഡിലെല്ലാം ഈ സമയങ്ങളിൽ ഇപ്പോൾ അത്യാവശ്യം വലിയ ചൂടില്ല എങ്കിലും ഒരു 28-30 ഡിഗ്രിയൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും വളരെ അതിമനോഹരമായിട്ട് തന്നെ ഇത് ഇവിടെ. അങ്ങനെ ഞാൻ നടന്ന് ഇപ്പോൾ ആ മെയിൻ റോഡിൽ നിന്നും അടുത്ത ഒരു ഉള്ളിലേക്കുള്ള റോഡിലേക്ക് കയറി. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ബിൽഡിങ്ങുകളിലെല്ലാം താഴെയെല്ലാം കടകളും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. മുകളിൽ എല്ലാം ആൾക്കാർ താമസിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അവിടെ വണ്ടികൾ ഒരുപാട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കടകളാണ്. ഈ താഴത്തെ ഫ്ലോർ മൊത്തം, ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തം കടകളായിരിക്കും. ഇതാണ് ഒരു 2 ബിൽഡിങ്ങുകൾ തമ്മിലുള്ള അകലമാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ പള്ളികൾ ഇവിടെ എല്ലാ ഓരോ കട്ടകളിലും പള്ളികളുണ്ടാവും. അങ്ങനെ ഉള്ള ഒരു ഇതാണ്. പിന്നെ ഈ ബോക്സുകൾ കണ്ടില്ലേ നിങ്ങൾ, വേസ്റ്റ് ബോക്സൊക്കെ എല്ലാവരും കൊണ്ടുവന്ന് സാധനങ്ങളൊക്കെ കൊണ്ടിടുന്നു. ബക്കാലയാണ്. ഇതാണ് ഇവിടുത്തെ പലചരക്ക് കട പോലെയുള്ള ചെറിയ ബക്കാലകൾ. ആ ലെവലിലെല്ലാം നമ്മൾ ഉണ്ടാക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് വണ്ടികൾ. ഇതാണ് ഇവിടുത്തെ ഡ്രോപ്പ് ബോക്സ് ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ഡ്രസ്സുകളൊക്കെ, നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിട്ടാൽ മതി. അപ്പോൾ റെഡ് ക്രസൻറ്റ് ഇങ്ങനെ പാവങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്കും ആവശ്യമുള്ള റെഡ് ക്രസൻറ്റൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഈ ബോക്സുകളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ തുണികളെല്ലാം നിക്ഷേപിക്കാവുന്നതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ബോക്സുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ചെറിയ ബസ് സ്റ്റോപ്പാണെങ്കിലും AC ഉണ്ടാവും. അതിൻ്റെ അടുത്ത് തന്നെ അതിന് കാർഡ് എടുക്കാനുള്ള സൗകര്യങ്ങളും. ബസ് സ്റ്റോപ്പിൽ ഇത് ടാക്സി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രൈവറ്റ് വണ്ടികളൊന്നും ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളെ എടുക്കാനോ ഒന്നിനും പറ്റില്ല. ഇത് ഏതായി റോഡിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഖാലിദിയ റോഡാണ്. ഇത് ഇപ്പോൾ ഒരു അണ്ടർപാസ്സാണ്. നമ്മളിപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ കൂടെ ഒന്നും പോകേണ്ട. ഈ അണ്ടർപാസിലൂടെ നടന്ന് സ്റ്റെപ്പുകളെല്ലാം ഉണ്ട്. സ്റ്റെപ്പുകളെല്ലാം ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് പോകാം. ടൈലാണ് ഒട്ടിയിരിക്കുന്നത് സൈഡിലൊക്കെ. ടൈലുകളിലെല്ലാം പല തരത്തിലുള്ള ചിത്രപ്പണികളോട് കൂടിയിട്ടുള്ള ടൈലുകളാണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ സ്റ്റെപ്പുണ്ട്. അതിനപ്പുറത്ത് നമ്മൾ സൈക്കിളുകാർക്കും ഹാൻഡിക്യാപ്പിനൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള വഴികളുമുണ്ട്. അങ്ങനെ നമ്മൾ ആ സ്റ്റെപ്പുകളെല്ലാം ഇറങ്ങി താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അതിവിശാലമായ ഒരു ഗുഹ പോലെ കാണുന്നുണ്ട്. സൈഡിൽ ഒട്ടകങ്ങളും ഇതെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരാൾ ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ പണിക്കാരനാണ്. അവിടെ ചെടികളെല്ലാം വെട്ടി നല്ല ലെവലിലാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്നതാണ് ഇവിടുത്തെ ബസ് വരുന്നത് കണ്ടോ. ഇതാണ് ഇവിടുത്തെ സിറ്റി സർവീസ് ഓടുന്ന ബസ്സുകൾ. ഇതിങ്ങനെ എല്ലാ സമയത്തുണ്ട്. ബസ് സ്റ്റോപ്പ് തന്നെ ഒരു പയ്യൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അടുത്തൊരു ബസ്സും കൂടി വരുന്നുണ്ട്. അപ്പുറ സൈഡിലും ബസ്സുകൾ വരുന്നുണ്ട്. ബസ്സുകൾക്കൊന്നും ഇവിടെ പറഞ്ഞിരുന്നതാണ് ആർട്ടിക്കുലേറ്റർ. 2 ബസ്സിനെ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നു. ഇത് ഇലക്ട്രിക് ബസ് കൂടിയിട്ടാണ്. വേറെ ഇന്ധനങ്ങളൊന്നും വേണ്ട, ഇലക്ട്രിക്കൽ ഇതാണ് ബിൽഡിങ്ങിൻ്റെ അടിയിലുള്ള പാർക്കിംഗ് സൗകര്യം. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന അടിയിലേക്ക് പോകുന്ന വഴികളാണ്. പിന്നെ ബർഗർ കിങ്, നമുക്ക് വണ്ടിയിലിരുന്നു കൊണ്ട് തന്നെ ഭക്ഷണം ഓർഡർ ചെയ്ത് അവിടെ ഡ്രൈവ് ത്രൂ എന്നാണ് പറയുന്നത് ഇതിന്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ കണ്ടപ്പോൾ ചെയ്തു. ഇത് ഫയർ ഹൈഡ്രൻ്റാണ്. അവിടെ ഒരു ചുമന്ന സാധനത്തിൽ കണ്ടില്ലേ. ഇതിവിടെ വീണ്ടും നമ്മൾ ഡ്രസ്സ് ഇടാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. പുതിയ ഡ്രസ്സ് ഇടാം, പഴയത് ഇടാം. ഇതും ഒരു മവാക്കിഫ് പാർക്കിംഗ് ഫീ അടയ്ക്കുന്ന ഒരു മെഷീനാണ്. 1 മണിക്കൂറിന് 2 ദിർഹംസ് വരുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ പാർക്കിങ്ങിന്. പിന്നെ ഇത് ഒരു വലിയ അപ്പാർട്ട്മെൻറ്റാണ്. നേരത്തെ കണ്ട ചെറിയ ബിൽഡിംഗ്, ഇത് വലിയ അപ്പാർട്ട്മെൻറ്റുകൾ പോലുള്ള ബിൽഡിങ്ങുകൾ, വലിയ ബിൽഡിംഗ് സമുച്ചയം എന്ന് പറയുന്നത്. ഇത് ഡിസൈനൊന്നുമല്ല, ഇത് ആൾക്കാർ ചായ കുടിച്ചിട്ട് കപ്പുകളെല്ലാം ഇങ്ങനെ ഒരു മതിലിൻ്റെ സൈഡിൽ കയറ്റി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മളിത് കോർണിഷിൻ്റെ മനോഹാരിത ഒപ്പിയെടുക്കാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് ദൂരം നടന്ന് കിലോമീറ്റർ ഞാൻ അവസാനം പറയുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കോർണിഷിലേക്ക് ഖലീജ് റോഡ് വന്ന് കണക്റ്റ് ആവുന്ന ഒരു സ്ഥലമാണ്. കോർണിഷിൽ വന്ന് കണക്റ്റ് ആവും. ഇതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ നേരെ കടലും 2 സൈഡിലേക്കും റോഡുകളുമാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർണിഷിൻ്റെ സൈഡിലുള്ള സീബ്ര ലൈൻ കണ്ടോ, ചുമപ്പും വെള്ളയാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ സൈക്കിൾ ട്രാക്കുകളുണ്ട് ഇതിൽ. സൈക്കിളും മറ്റുള്ള ലുട്ടാപ്പിയുടെ കുന്തമ്പടത്ത് വണ്ടികളൊക്കെ വരുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ ഇത് കണ്ട ബീച്ച് സൈഡിലേക്ക് കടന്നപ്പോൾ തന്നെ അവിടുത്തെ വേസ്റ്റെല്ലാം ഇടുന്ന സ്ഥലം മാറി. അതിൻ്റെ കൊട്ടകൾക്കൊക്കെ ഒരു വ്യത്യാസം വന്നു. നല്ലൊരു ബൈക്ക് നമുക്ക് മുന്നിൽ കാണാവുന്നതാണ്. ഒരുപാട് ബൈക്കുകളുണ്ട്, ഹാർലി ഡേവിഡ്സൻ്റെയും. അങ്ങനെ പിന്നെ ബീച്ചിലേക്ക് കടന്നാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ബോർഡാണത്. അതിവിശാലമായ ടൈലെല്ലാം പതിച്ച ഒരു ബീച്ചിൻ്റെ മുമ്പിൽ കണ്ടോ. ബീച്ചിൻ്റെയും റോഡിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണത്. ഇതിൽ നമുക്ക് കളിക്കാനോ വണ്ടി ഓടിക്കാനോ എന്തിനും പറ്റും. വണ്ടി പറഞ്ഞാൽ കാറുകൾ പറ്റില്ല, മറ്റ് സൈക്കിളുകളെല്ലാം. ഒരു അച്ഛനും മകനും കൂടി അവിടെ ഫുട്ബോൾ തട്ടി കളിക്കുന്നുണ്ട്. അമ്മയൊക്കെ കുളിക്കാൻ പോയിരിക്കാൻ തോന്നുന്നു. പിന്നെ അങ്ങനെ ഒക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അടിപൊളിയാണ്. നമ്മൾ കാലുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം മുകളിലേക്ക് വരുന്നു. അപ്പോൾ ആരും വായ വെച്ച് കുടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെള്ളം കുടിച്ച് നമുക്ക് ഇടയ്ക്ക് പൈസയൊന്നും ഇല്ലെങ്കിലേ. ഇത് പിന്നെ വേസ്റ്റ് എല്ലാം ഇടാനുള്ള സ്ഥലങ്ങൾ, പിന്നെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം മരം കൊണ്ടുള്ള ഫുട്പാത്താണ് കേട്ടോ.
മരം കൊണ്ട്. പിന്നെ അത്യാവശ്യം പിള്ളേർക്കെല്ലാം കൊച്ചു മക്കൾക്കെല്ലാം കളിക്കാനുള്ള ചെറിയ കളിപ്പിടങ്ങൾ, കളിക്കുന്ന സ്ഥലങ്ങൾ. ഈ വഴിയിലൂടെ നമുക്ക് ഹാൻഡിക്യാപ്റ്റിന് പോകാൻ വേണ്ടിയിട്ടാണ്, അവരുടെ വണ്ടി കൊണ്ട് അങ്ങനെ ബീച്ച് വരെ പോകാനുള്ളൊരു വഴിയുണ്ട്, അല്ലാത്തവർക്ക് നടക്കാം. പിന്നെ മുമ്പിൽ കാണുന്ന ഇത് അവിടെ ബീച്ചിൽ കുളിച്ച് ഉപ്പുവെള്ളം കളയാൻ വേണ്ടിയിട്ടുള്ള നല്ല വെള്ളത്തിൽ കുളിക്കാനുള്ളൊരു സ്ഥലം എന്ന് വേണ്ട അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ബീച്ചാണത്. അബുദാബിയുടെ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ, ഒരു 6-7 കിലോമീറ്റർ ദൂരം വരുന്ന ബീച്ചാണത്. ഈ ബീച്ചിൻ്റെ സൈഡിൽ നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് തിരമാലകളൊന്നുമില്ല, എന്നിരുന്നാലും നല്ല സൈലൻ്റ് ആയിട്ടുള്ള വെള്ളം, ഒരു അനക്കമില്ലാത്ത വെള്ളമാണ്. ഒരുപാട് ആൾക്കാർ കുളിക്കാനെല്ലാം വരുന്നുണ്ട്, കുളിക്കാനുണ്ട്, വെള്ളം കുടിക്കാനുള്ള സൗകര്യം എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ അവിടെയൊക്കെ സൈഡിൽ മരത്തിൻ്റെയാണ് നമ്മുടെ ഫുട്പാത്തുകളെല്ലാം വരുന്നത് കേട്ടോ, അതാണ് അതിമനോഹരം. പിന്നെ പൂക്കളെല്ലാം, പിന്നെ സ്വാഭാവികമായിട്ട് ഇവിടെ എപ്പോഴും ഉണ്ടാക്കുന്ന ഇതൊക്കെ എപ്പോഴും പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിനങ്ങനെ കാലാവസ്ഥയൊന്നും പ്രശ്നമല്ല. ഇത് പിന്നെ അവിടെ നിലവിളി ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നത്, എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ള ഒരു ടവറാണത്. ഗാർഡെല്ലാം എല്ലാ സമയത്തും ഉണ്ട്. പിന്നെ ഇവിടെ അടുത്ത് താമസിക്കുന്നവരെല്ലാം ഡെയിലി നടക്കാൻ വരുന്നൊരു സ്ഥലമാണ് ഈ നടക്കലുണ്ട്. ഇത് അക്വപ്പഞ്ചർ ടൈപ്പുള്ള ഒരു പ്രത്യേക സ്ഥലമാണ്. ഇതിൽ പടം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാലിൻ്റെ അടിയിൽ ഓരോ സ്ഥലത്തും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തലയ്ക്ക് ഞരമ്പിൻ്റെ ഓട്ടങ്ങൾക്കെല്ലാം ത്വരിതപ്പെടുത്താനും എല്ലാം ഉള്ളൊരു സംഭവമാണ് ഇത്. ഒരു തരം നമ്മുടെ സാധാരണ ചെറിയ ഉരുളൻ കല്ലുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ചെരുപ്പില്ലാതെ നടക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ്. ഞാനും ഒന്ന് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് പ്രായമായിട്ടുള്ളവരും എല്ലാവരും ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ബീച്ചിൽ നടക്കാൻ വരുന്ന ആൾക്കാരെല്ലാം വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ നടന്ന് കാലിനെല്ലാം ഒരു സുഖം ഒക്കെയാണ്. പിന്നെ അതേ മരത്തിൻ്റെ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ, അത് പറയാൻ നമുക്ക് തീരില്ല. ഒരുപാട് മരങ്ങൾ, ഈ ബുഷ് ചെടികളെല്ലാം വെട്ടി അതിമനോഹരമായിട്ട് തന്നെ നല്ല കുട പിടിച്ച് നിൽക്കുന്നത് പോലെയുണ്ട്. പിന്നെ ഈന്തപ്പനകളുണ്ട്. റോഡിൻ്റെയും ബീച്ചിൻ്റെയും ഇടയിലുള്ള സ്ഥലങ്ങളെല്ലാം ഒരു നല്ല കാഴ്ചയ്ക്കായിട്ടും നല്ലൊരു കളർഫുള്ളാണ്. പിന്നെ ബീച്ചെല്ലാം നല്ല വൃത്തിയാണ്, വലിയ വേസ്റ്റുകളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിലെല്ലാം ഒരുപാട് താമസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം ഇന്ന് നടക്കാൻ വരുന്നൊക്കെ ഈ ടൈലിട്ടതിൽ കൂടെ ഇങ്ങനെ നടന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നമുക്ക് ഇരിക്കുക. ഞാൻ നടന്ന് ക്ഷീണിച്ചൊന്ന് ഇരുന്ന് നോക്കിയതാണ്, കുഴപ്പമില്ല. ഇരുന്നാലും നല്ല കാഴ്ചകളെല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ വരും എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കിടന്ന് നോക്കി, അവന് വേണ്ടി ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. സന്തോഷും വർഗീസും കൂടിയിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നടന്നു ഒരു 6 കിലോമീറ്ററോളം ഞാൻ നടന്നു. അതേ വന്നു, അവരുടെ വണ്ടിയാണ് വരുന്നത്, അപ്പോൾ ഫോർച്യൂണർ. ഞാനിതിൽ വന്നതിന് ശേഷം അവർ വന്നു, അവരെന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. കണ്ടോ, വർഗീസാണത്, അപ്പുറത്തോടെ സന്തോഷ്. ഇനി ഇവരെനിക്ക് ഭക്ഷണം മേടിച്ചു.